എന്താണ് ഉമ്മ ടൂറിന് പോയ സംഭവവും അതിനെ തുടർന്ന് സ്വർണം കളഞ്ഞു കിട്ടി മോനിന്ന് ഫേമസ് ആയിരിക്കുകയാണ്, ലോകം അറിയുന്ന ഒരാളായിട്ട് മാറി, ഒരു നിസ്സാര കാര്യം എന്ന് നമ്മൾ കരുതുന്ന ഒരു സംഭവത്തിലൂടെ. പക്ഷെ നിസ്സാരമല്ല അല്ലേ, ഇന്ന് സ്വർണത്തിനൊക്കെ ഇത്രമാത്രം വില ഉള്ളതുകൊണ്ട് കളഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ ആര് ഇരു ചെവി അറിയാതെ അടിച്ചു മാറ്റി വീട്ടിൽ കൊണ്ടുപോകും. ഇവിടെ മോൻ അത് പോലീസിനെ ഏൽപ്പിച്ചു. ആ കഥ എന്താണ്? നൗഫലാണ് താരം. ഉമ്മാരെ ഫ്രണ്ട്സുമായിട്ട് പൊന്മുടിയിൽ പോയി. അപ്പം അവിടെ നിന്ന് നമ്മൾ ഐസ്ക്രീം കുടിക്കാൻ വേണ്ടി താഴോട്ട് ആ വളവിൻ്റെ ആ ഭാഗത്തോട്ട് വന്നപ്പം അവിടെ തറയിൽ കിടന്നൊരു ചെയിൻ കണ്ടു. ആ ചെയിനാണെങ്കിൽ ബ്രേസ്ലെറ്റ് കണ്ടപ്പോൾ ബ്രേസ്ലെറ്റ് നമ്മൾ എടുത്തൊന്ന് നോക്കിയപ്പോൾ 916 എന്നുള്ള മാർക്ക് ഉണ്ട്. ആ മാർക്ക് കണ്ടപ്പോൾ അടുത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്നു, അടുത്ത് തന്നെ പോലീസ് ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. അവരെല്ലാം കൊണ്ടുവന്ന് നമ്മൾ ഈ ചെയിൻ കൊടുത്തു. അവരെൻ്റെ ഫോൺ നമ്പരും പേരും സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ട് അവരൊരു പ്രോത്സാഹനം പോലെ ഇത് നല്ല കാര്യമാണ്. ഞാൻ നെയ്യാർഡാം ഹയർ സെക്കൻഡറി സ്കൂൾ. ഓക്കെ, ഇപ്പൊ +2 ആണ്. സ്കൂളിലെ കൂട്ടുകാരൊക്കെ അറിഞ്ഞോ ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്തു? സാധാരണ ഇക്കാലത്ത് ഈ എന്ത് കിട്ടിയാലും മറ്റൊരാളുടെ മുതലാണെങ്കിൽ കൂടി സ്വർണ്ണമൊക്കെ വലിയ വിലയുള്ളത് കാരണം ആൾക്കാർ കൈവശം വയ്ക്കാനും തിരിച്ചു കൊടുക്കാതിരിക്കാനും മനസ്സ് കാണിക്കുമ്പോൾ വേറിട്ടൊരു മുഖമാണ് നൗഫൽ. ഈ നൗഫലിന് ഇങ്ങനെ, അതായത് മറ്റൊരാളുടെ വസ്തുവും എനിക്ക് വേണ്ട എന്നൊരു തോന്നലിലേക്ക് വരാൻ ആരാണ് കാരണം? ഉമ്മയാണോ? ഫ്രണ്ട്സുമായിട്ട് എൻ്റെ അടുത്ത ഫ്രണ്ട്സുമായിട്ട് ഞങ്ങൾ പൊന്മുടിയിലേക്ക് പോയിരുന്നു. പൊന്മുടിയിൽ പോയിട്ട് ഞങ്ങൾ തിരിച്ച് എന്നാ പോയേ? ശനിയാഴ്ച തിരിച്ച് ഞങ്ങൾ മുകളിലോട്ട് വന്നിട്ട് അവിടെ നിന്ന് അപ്പോൾ ഐസ്ക്രീം കുടിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളെ കൂടെ വന്ന ബിന്ദുലേക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് ഐസ്ക്രീം കുടിക്കണം. ബിന്ദുലേക്ക് ഐസ്ക്രീം കുടിക്കണം, ഞങ്ങളെ കൂടെ വരുന്നത്. അപ്പോൾ എൻ്റെ മോന് ഐസ്ക്രീം വേണ്ട എന്ന് പറഞ്ഞിരുന്ന ആളാണ്. വിളിച്ചുകൊണ്ട് പോയി അങ്ങോട്ട് നടന്നു പോകുമ്പോൾ തന്നെ ഇത് കണ്ടായിരുന്നു. ഞങ്ങളെല്ലാം നോക്കിയിട്ട് പറഞ്ഞാൽ ചെമ്പായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ എടുത്തപ്പോൾ തന്നെ എടുത്ത് നോക്കിയപ്പോൾ 916 കണ്ടു. അപ്പോൾ സ്വർണ്ണം അവരാണ് എടുത്തത്, ബിന്ദുലേഖ എന്ന് പറഞ്ഞാൽ. അവരെടുത്ത് കഴിഞ്ഞപ്പോൾ അവരെൻ്റെ മോൻ്റെ കൊടുത്ത് അവൻ അവിടെ നിന്ന പോലീസുകാരുടെ ഓടിക്കൊണ്ടുവന്ന് കൊടുത്ത് അവൻ്റെ പേരും കൊടുത്ത് എൻ്റെ ഫോൺ നമ്പരും കൊടുത്ത് എന്നിട്ട് ഫോൺ നമ്പരും കൊടുത്തിട്ട് വന്നു. കുറച്ച് ദൂരം ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുമ്പോഴും ഞങ്ങൾ ഈ ഓണർ വിളിക്കുകയായിരുന്നു. അപ്പോൾ ഓണർ വിളിച്ചപ്പോൾ ഞങ്ങൾക്ക് റേഞ്ച് ഇല്ലാത്ത സ്ഥലമായത് കാരണം അത്ര അങ്ങനെ കേൾക്കാൻ പറ്റില്ല. പിന്നീട് മോൻ ഫോൺ മേടിച്ചു. മോനെ തന്നെ വേറെ അവരുടെ ബന്ധു ആരോ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് നന്ദി പറഞ്ഞു. പിന്നെ നമ്മളെ സ്ഥലമൊക്കെ ചോദിച്ചു. പിന്നെ ഞങ്ങൾ തിരിച്ചിവിടെ എത്തുന്നതിന് മുമ്പേ അവരിവിടെ ഞങ്ങളെ വീട്ടിലെത്തിയായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് വന്നേന്നുള്ളതൊക്കെ പിന്നീടാണ് അറിയണത്. അപ്പം കൊല്ലംകോട്, തമിഴ്നാട് കൊല്ലംകോട്. എത്ര പവന്റെ സ്വർണ്ണമായിരുന്നു? 1.5 പവൻ ഉണ്ടെന്നാണ് അവര് പറയണത്. 1.5 പവൻ ഉണ്ട്, കാണുമ്പോ അറിയാം 1.5 പവൻ ഉണ്ട്. ഈ മകൻ ഇത്രയധികം സത്യസന്ധനായി വളർന്നു വരുന്നതിൽ അഭിമാനിക്കുന്നൊരു ഉമ്മ, എങ്ങനെയാണ് മകനെ കുട്ടിക്കാലം മുതലേ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ? മറ്റൊരാളുടെ മുതലും നമുക്ക് പൊതുവെ എൻ്റെ പ്രതീതി ഞാൻ ആരെയും ഒന്നും ആഗ്രഹിക്കാറുമില്ല, ഒന്നും എടുക്കാറുമില്ല. സ്വന്തമായിട്ട് അത് കാരണം കഷ്ടപ്പെട്ടുള്ള ഒരു ജീവിതത്തിൽ നിന്ന് വന്ന് ഇത്രയും പോരാടി മക്കളെ വളർത്തി 24 വർഷം കൊണ്ട് ഞാൻ തന്നെയാണ് മക്കളെ വളർത്തുന്നത്. അപ്പം മക്കളെ വളർത്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്കങ്ങനെ ആരെയും മുതൽ ഇഷ്ടമില്ല. കാരണം ആരെങ്കിലും മുതൽ നമ്മളെടുത്താൽ നമ്മൾ അറിയാതെ തന്നെ ആരിലൂടെ ഇങ്ങനെ പോകും, അല്ലെങ്കിൽ അത് വേറെ ഏതെങ്കിലും രൂപത്തിൽ വരും, ഹോസ്പിറ്റലും കാര്യങ്ങളുമായിട്ട് പോകും. അതുകൊണ്ട് അങ്ങനെ മക്കൾ പൊതുവെ രണ്ടാളും അങ്ങനെ തന്നെയാണ്, ആരെയും മുതലെടുക്കാറില്ല. 10 രൂപ പോലും 1 രൂപ പോലും തറയിൽ കിടന്ന് അവരെടുക്കാറില്ല. അതാണ് അവരുടെ അവൻ +2. ഇനി മറ്റൊരാളുണ്ടെന്ന് പറഞ്ഞത് അത് മോളാണ്. കുട്ടി എത്രയിലാണ്? അതിപ്പം ലോക മെഡിസിറ്റിയിൽ വർക്ക് ചെയ്യാണ്. അത് എന്നെ കല്യാണം കഴിച്ചു. ശരി. അപ്പോൾ ഇത് അപ്രിഷ്യേറ്റ് ചെയ്യാൻ ഒത്തിരി ആൾക്കാർ ഇങ്ങോട്ട് വന്നു. നമ്മുടെ നാട്ടിൽ പോസിറ്റീവായിട്ടുള്ള നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അപ്രിസിയേഷൻ കുറവാണെന്നാണ് പറയുന്നത്. പക്ഷേ കാലം മാറി, സോഷ്യൽ മീഡിയയുടെ കാലമാണ്. അതുകൊണ്ട് ഈ ലോകത്തു നിന്ന് നാട്ടുകാർ അറിയുന്നില്ലെങ്കിലും ആൾക്കാർ ഇവിടെ എത്തും, അറിയും. അപ്പം ഇനി മോനിപ്പോൾ +2 കഴിഞ്ഞിട്ട് എന്താ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്? മോനെപ്പോലുള്ള നല്ലൊരാൾ സമൂഹത്തിൻ്റെ നല്ല നിലകളിലേക്കൊക്കെ വരണം. കൈക്കൂലിയും അഴിമതിയും ഒന്നും ചെയ്യാത്ത സ്ഥാപനങ്ങളിൽ കൈകാര്യം ചെയ്യുന്നവരുടെ ഇടയിലേക്ക് വരേണ്ട പിള്ളേരാണ് അവരൊക്കെ. ഇങ്ങനെയുള്ളവരാണ് വരേണ്ടത്. എന്താണ് അവൻ്റെ ആഗ്രഹവും ഉമ്മയുടെ ആഗ്രഹമൊക്കെ എന്താണ്? അവൻ്റെ ആഗ്രഹം അവനെ ഒരു ജോലിയാണ്, സർക്കാർ ജോലി മേടിക്കണമെന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. അല്ല അവന് വേറെ ഒരു ആഗ്രഹമില്ല, വലിയ ആഗ്രഹങ്ങളൊന്നും നമുക്കില്ല.
ഒന്നുമില്ലാത്ത നമ്മൾ ഇതുവരെ എത്തി. അപ്പം അങ്ങനെ വലിയ ആഗ്രഹമൊന്നുമില്ല. അവനെ ഒരു നിരപ്പ്, കാരണം അവനൊരു ഭാവി. ഇത്രയും ഒന്നുമില്ല എന്ന് പറയുമ്പോഴും നിറയെ മനസ്സിൽ നന്മകളാണല്ലോ ഉള്ളത്. അല്ല, ഒന്നുമില്ലാത്ത നമ്മൾ ഇവിടം വരെ എത്തിയെങ്കിൽ അതിന് പടച്ചവനാണ് നമ്മളെ കൂടെ നിന്ന്. അതുകൊണ്ട് ഇപ്പം നമ്മൾ ഈ സാധനം എടുത്ത് കൊണ്ടുവന്ന് നമ്മളെ വീട്ടിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ കളഞ്ഞു പോയ ആളുടെ മനസ്സ് എത്രമാത്രം വേദനിക്കുമെന്ന് നമുക്ക് തന്നെ അറിയാം. കാരണം ആ വേദന എന്തായാലും ദൈവം കേൾക്കാതിരിക്കൂല. അപ്പം അത് നമുക്ക് ഏതെങ്കിലും രൂപത്തിൽ കൂടെ നമുക്കതിൻ്റെ ഒരു ഭവിഷ്യത്തുണ്ടാവും. അത് ഞാനും എൻ്റെ മക്കൾക്കും അറിയാം. അപ്പം അതിലൂടെ കുട്ടിക്കാലം മുതൽ എങ്ങനെ ശീലിപ്പിച്ചിട്ടുണ്ട്? എന്താണത്? ആ മോറൽ വാല്യൂ എന്താണ്? കാരണം നമുക്കുള്ളത് മതി, അങ്ങനെ എന്താണ് ആ വാല്യൂ? നമ്മൾ ഉമ്മക്ക് ജോലിയുണ്ട്, നമുക്ക് ഒരു കുറവ് ഇവിടെ വരുത്താറില്ല. അപ്പം നമുക്ക് ആവശ്യമുള്ളത് ഉമ്മത്ത് പറയുമ്പോൾ ഉമ്മ വാങ്ങിച്ചു തരും. അപ്പം അവരവരുടെ സാധനം അവരവരുടെ കയ്യിൽ കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. അപ്പോൾ അവരുടെ സാധനം എനിക്ക് കിട്ടി, ഞാൻ അത് പോലീസിനെ ഏൽപ്പിച്ചു. അവർക്ക് കൃത്യമായിട്ട് കിട്ടുകയും ചെയ്തു. അവർ വീട്ടിൽ വന്നു. അവരുടെ സന്തോഷം കണ്ടപ്പോൾ അല്ലേ, അവർക്ക് നഷ്ടപ്പെട്ടവരുടെ സന്തോഷം. ഇന്ന് ഏകദേശം 1.5 എന്ന് പറയുമ്പോൾ 2 ലക്ഷം രൂപ അടുപ്പിച്ച് വില വരുന്നതാണ് ആ സ്വർണം. ആ നഷ്ടപ്പെട്ടവരും സാധുക്കളാണെന്ന് തോന്നുന്നു അല്ലേ? പാവങ്ങളാണ്. എന്തോ ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റായിട്ട് ബന്ധപ്പെട്ടൊക്കെ വന്നതാണ്. ശരിക്കും ട്രീറ്റ്മെൻ്റ് ആയിട്ടല്ല, അവർ പെൺമുടിയതല്ല. ഞാനിവിടെ വന്നിട്ട് ഉമ്മയുമായിട്ടുള്ള ഇൻ്റർവ്യൂ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഉമ്മ വളരെ കഷ്ടപ്പെട്ടാണ് കുട്ടികളൊക്കെ വളർത്തിയത്. എന്നിട്ട് ഉമ്മ ഈ വസ്തുവും വീടും ഒക്കെ ആക്കി ഒരാളുടെ വിവാഹം കഴിപ്പിച്ചയച്ചു, മോൻ്റെ ചേച്ചിയുടെ. ഇനി മോനും കൂടെയാണ് ഉള്ളത്. അപ്പം ആ കഷ്ടതകളിൽ നിന്ന് വന്ന ഒരു കുടുംബ പാരമ്പര്യവും ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അന്തസ്സോടെ അഭിമാനത്തോടെ നിൽക്കാൻ പറ്റുന്ന ഒരു സാമൂഹ്യ ചുറ്റുപാടും ഇപ്പോൾ വന്നിരിക്കുകയാണ് നൗഫലിൻ്റെ ഈ ഒരു നന്മ മനസ്സുകൊണ്ട്. അങ്ങനെ നന്മയുള്ള ആളായിട്ട് തന്നെ മോൻ വളരണം. ഗവൺമെൻറ് ജോലിയായാലും എന്തായാലും അഴിമതി വിമുക്തമായിട്ടുള്ള സംവിധാനങ്ങളിലൂടെ എല്ലാം നടക്കട്ടെ. നല്ല ഭാവി ഉണ്ടാവട്ടെ. ഓക്കെ. ആരെയൊന്നും പ്രതീക്ഷിക്കണില്ല. നമുക്ക് അവരിൽ നിന്ന് നമുക്ക് കിട്ടണമെന്നില്ല. നമുക്ക് വേറെ ഏതെങ്കിലും കൂടി ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടും, അത്രയൊക്കെ മതി. അത് തന്നെയാണ് വലിയൊരു കാര്യം. നമ്മൾ നല്ലതായിരുന്നാൽ നമുക്ക് ഏതുവരെയും എത്താൻ കഴിയും. ഓക്കെ.